എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ടച്ച് ഓഫ് ശ്രീനിവാസൻ മൂവീസാണ്. ശ്രീനിവാസൻ സിനിമകളിലെ ഒരു യാഥാർത്ഥ്യ അംശങ്ങളെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ജീവിത രീതികളെ വീക്ഷിക്കുകയും ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ സിനിമയിൽ തൂലികയാക്കി അത് സിനിമയിലേക്ക് ചലിപ്പിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് വിവർത്തനം ചെയ്യാം. മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീനിവാസൻ പലപ്പോഴും ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ്റെയും അതോടൊപ്പം ഒരു നിരീക്ഷകൻ്റെയും ഒരു ചിന്തകൻ്റെയും ഒരു ഒരു ഡയറക്ടറിൻ്റെയും ഒക്കെ ഒരു മുഖമുണ്ടെന്ന് കൂടെ നമുക്ക് മലയാളികൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഞാൻ പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ രണ്ട് സിനിമകളാണ് നമ്മൾ മെയിനായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഒരു സിനിമ എന്ന് പറയുന്നത് വടക്കു നോക്കിയന്ത്രം, അത് അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ. അതുപോലെ തന്നെ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമ അതും അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് കഥ എഴുതിയ വേറൊരു ചലച്ചിത്രം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിൽ രണ്ടിലും നമുക്ക് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. വടക്കു നോക്കിയന്ത്രത്തിൽ ഒരു മാനസിക സംഘർഷമാണെങ്കിൽ നമുക്ക് ചിന്താവിഷ്ടയായ ശ്യാമളയിലും കാണുന്നത് ഒരു മാനസിക സംഘർഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ അർത്ഥം ശ്രമിക്കുന്ന ഒരു കുടുംബസ്ഥന്റെ സ്ഥായി ഭാവം കൂടിയാണ്. അപ്പൊ നമുക്ക് മെയിനായിട്ട് ആദ്യം നമുക്ക് വടക്കു നോക്കിയന്ത്രത്തിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഇവിടെ കഥാപാത്രം അദ്ദേഹം തന്നെയാണ്. ഇവിടുത്തെ കഥാനായകരും കഥാപാത്രം വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കുറെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ജീവിതത്തിൽ മറ്റുള്ള ആളുകൾക്ക് തന്നേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട്, തന്നേക്കാൾ കൂടുതൽ കഴിവുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ. പക്ഷെ അദ്ദേഹത്തിന് അത് പുറത്ത് പറയാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തെക്കാൾ ഭംഗിയുള്ള ഒരു ഭാര്യയെ കൂടിയാണ്. അപ്പൊ ആ ഭാര്യയോടും അദ്ദേഹത്തിന് ചില കമ്പാരിസണും കോമ്പറ്റീഷനും ഒക്കെ ഉള്ളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംഘർഷങ്ങളെ അദ്ദേഹം പുറത്ത് പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത് ചില ധാരണകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നെത്തിക്കുകയും ആ ധാരണകൾ ചില ആക്ഷൻസിലേക്ക്, ചില പ്രവർത്തികളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം ചിന്തിക്കുന്നത് ഭാര്യയ്ക്ക് ഈവൻ മറ്റുള്ളവരുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലുള്ള ഒരു സംശയ രോഗത്തിന്റെ ഒരു നിഴലിൽ വരെ അദ്ദേഹം എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ എങ്ങനെയാണ് ആളുകൾ തങ്ങളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു വ്യക്തിക്ക് എത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ആ ഒരു സിനിമയിലൂടെ അവതരിപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് ആ സിനിമയുടെ അവസാനം അദ്ദേഹത്തിന് ഒരു ഇൻസൈറ്റ് ഉണ്ടാവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ സ്വന്തം ആ ഒരു ജീവിതത്തിൽ എന്തെല്ലാം ഒരു വ്യക്തി കടന്നു പോകാം, ഒരു മാനസിക സംഘർഷം, ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പൊ ഈ ഒരു ഡിസോർഡറിനെ അദ്ദേഹം ഒരു തീമാക്കി അതിലുണ്ടാകാവുന്ന ചില ധാരണകൾ, അപ്പൊ ഈ ഡിസോർഡറിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡെലൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഒരു ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണ, അത് ഒരു മനുഷ്യന് സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം എനിക്കെതിരെ എന്തൊക്കെയോ ചിന്തിക്കുന്നു, എന്തൊക്കെയോ ധാരണകൾ അവർക്കുണ്ട്, അതവർ ചെയ്യാതെ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു ധാരണ ഉറയ്ക്കുകയും അത് അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിൽ കരുതി കൂട്ടുകയും അത് ഇമാജിൻ ചെയ്ത് അദ്ദേഹം അത് ഉണ്ട് എന്നുള്ള ധാരണയിൽ നിന്ന് അദ്ദേഹത്തിന് ചില ഹാലൂസിനേഷൻസ്, അതായത് അത് സംഭവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ഒക്കെ ചെയ്ത് അവർക്കെതിരെ ഈവൺ ആക്ഷൻസ് എടുക്കുക, അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്ന പോലും ചെയ്യുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ചില കാര്യങ്ങളാണെന്നുള്ളത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ആ സിനിമയിലൂടെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വേറൊരു അദ്ദേഹത്തിന്റെ സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് കഥ എഴുതിയ വേറൊരു സിനിമയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. ഇതിലുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ആ കഥാപാത്രത്തിന് എപ്പോഴും ഒരു ജീവിതത്തിൽ തൻ്റെ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു അവസ്ഥ. വിവാഹം കഴിഞ്ഞിട്ട് പോലും ആ വ്യക്തിക്ക് ഒരു ഫോക്കസ് ലഭിക്കുന്നില്ല. പല പല ജോലികൾ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പല പല ജോലികൾക്ക് അദ്ദേഹം ശ്രമിക്കുന്നു. അത് കിട്ടുവാനായിട്ട് സ്വന്തമായിട്ട് ഒരു ടീച്ചർ എന്നൊരു ജോലി ഉണ്ടെങ്കിൽ കൂടി, ഒരു നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം പല പല ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നു. അതിലെല്ലാം
അതിലെല്ലാം അദ്ദേഹം തോൽവി അടയുകയാണ് ചെയ്യുന്നത്. അവസാനം അദ്ദേഹം ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ്, ഒരു ആത്മീയ പാതയിലേക്ക്. അത് വീട്ടുകാർ തന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഒരു ശബരിമലയ്ക്ക് പോകാനായിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ദൈവവിശ്വാസം ഒന്നുമില്ല ഉണ്ടെങ്കിൽ കൂടി അത് എക്സ്പ്രസ് ചെയ്യാത്ത ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വിവാഹം കഴിഞ്ഞ ഒരു കുടുംബസ്ഥൻ്റെ ജീവിതം എന്നുള്ള രീതിയിലാണ് അത് കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹം ശബരിമലയ്ക്ക് പോയതിന് ശേഷം, മാലയിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദുശീലങ്ങൾ നിർത്തുക മാത്രമല്ല, മൊത്തമായിട്ട് ഒരു ആത്മീയ പാതയിലേക്ക് അദ്ദേഹം വരികയും വീട്ടിലെ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ ഒരു സ്വാമിയെ പോലെ ജീവിക്കാനായിട്ട് തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനം അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ് ഇതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത്. തൻ്റെ ജീവിതം, തൻ്റെ സ്ഥായിയായ ജീവിതത്തെ, താൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ മനോഹരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം കണ്ടെത്തി തൻ്റെ സ്കൂൾ മാഷ് എന്നുള്ള ജോലിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തി കുടുംബത്തിൽ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില സ്വപ്നങ്ങൾ, അത് യാഥാർത്ഥ്യമാകാതെ ഉണ്ടാകുന്ന ചില ഫ്രസ്ട്രേഷൻസ്, അതിൽ നിന്നെല്ലാം സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരണം എന്നുള്ള ധാരണയിലേക്ക് വരികയും അവിടെ നിന്ന് ഒരു ജീവിതത്തെ പടുത്തുയർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് സിനിമകളിലും ജീവിതഗന്ധിയായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. തടത്തിൽ ദിനേശൻ എന്ന വടക്ക് നോക്കിയന്ത്രത്തിലെ കഥാപാത്രവും അതോടൊപ്പം തന്നെ ചിന്താവിഷ്ടിയായ ശ്യാമളയിലെ കഥാപാത്രവും ജീവിതഗന്ധിയായിട്ടുള്ള ചില കാര്യങ്ങളെ അവതരിപ്പിക്കുകയും അതുപോലുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന്, ഓഡിയൻസിന് നൽകുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകളെ ഇനിയും ആസ്വദിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.